കൊൽക്കത്തയിലെ യുവമോർച്ച നേതാവ് ലിങ്കൺ ബിശ്വാസ് പിടിയിലായ ഡിജിറ്റൽ തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർ കസ്റ്റഡിയിൽ. 4 മലയാളികളും 2 ഉത്തരേന്ത്യൻ സ്വദേശികളും ആണ് കസ്റ്റഡിയിൽ ഉള്ളത്. കേസിൽ ഇവരുടെ പങ്ക് അന്വേഷിച്ച് പോലീസ് ഉത്തരേന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, അന്വേഷണം എവിടെയാണ് എത്തി നിൽക്കുന്നത്? അഭിലാഷ, ഈ തട്ടിപ്പിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് തന്നെയാണ് പോലീസ് ചെന്നെത്തുന്നത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇതിൽ കൂടുതൽ മലയാളികളുണ്ട് എന്ന വസ്തുത കൂടി പുറത്തു വരികയും ചെയ്യുന്നു. കാരണം ഇവരിലൂടെ ഈ നെറ്റ്വർക്ക് അത് വലിയൊരു ശൃംഖലയായിരുന്നു, അത് വലിയ കണ്ണികളായിരുന്നു അതിലുണ്ടായിരുന്നത് എന്ന രീതിയിലേക്ക് പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു അനുമാനമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് സ്ഥിരീകരിച്ചുകൊണ്ട് പോലീസിന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് എവിടെയെല്ലാം ആരെല്ലാമാണ് എന്നത് സംബന്ധിച്ച വ്യക്തമായൊരു രൂപത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നതാണ് ഇത് സംബന്ധിയായ ഏറ്റവും പുതിയ വിവരം. പോലീസ് നിലവിൽ UP അടക്കമുള്ള ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കാരണം ഇത് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് അടക്കമുള്ളൊരു സംവിധാനങ്ങളെല്ലാം തന്നെ അത്തരമൊരു പ്ലാറ്റ്ഫോമുകൾ ചെയ്തു കൊടുക്കുന്നവരും കാര്യങ്ങളും എല്ലാം തന്നെ ഈ മേഖലയിൽ തന്നെ വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ഇവരെല്ലാം പരസ്പര ബന്ധിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊരു വിവരമാണ് പോലീസിന് ലഭിക്കുകയും ചെയ്യുന്നത്. ലിങ്കൺ ബിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഏതാണ്ട് 500ഓളം അക്കൗണ്ടുകൾ ഇയാൾ കൈകാര്യം ചെയ്തിരുന്നു എന്നതാണ് പോലീസ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇയാൾ ഈ പണം, ഇതിലൂടെ ലഭിച്ച പണം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ച പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് വ്യക്തമായ രീതിയിലേക്ക് പോലീസ് അത് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധിയായ കാര്യങ്ങൾ അറിയാനുണ്ട്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് ബിറ്റ്കോയിൻ മാതൃകയിലേക്ക് രാജ്യത്തിന് പുറത്തേക്ക് കടത്താനുള്ള ശ്രമങ്ങളും ചിലപ്പോഴെല്ലാം തന്നെ അത് വിജയിക്കുകയും എല്ലാം തന്നെ ചെയ്ത ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിപുലമായ മാതൃകയിൽ തന്നെയാണ് ഈ തട്ടിപ്പ് ശൃംഖല പ്രവർത്തിച്ചിരുന്നത്. അതിൽ പലരും തന്നെയും അതിൽ ഇരകളാക്കപ്പെടുന്നു എന്നത് തന്നെയാണ്. ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ രാജ്യത്തെമ്പാടുമായിട്ട് വലിയ രീതിയിൽ കമ്മീഷൻ ഏജന്റ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ രീതിയിലുള്ള ഒരു ശൃംഖല ഇവർ വികസിപ്പിച്ചെടുത്തിരുന്നത്. കൊച്ചിയിൽ തട്ടിപ്പിനിരയാകുന്നത് റിട്ടയർഡ് അധ്യാപികയാണ്. അവരിൽ നിന്ന് 4.12 കോടി രൂപയാണ് അവരിൽ നിന്ന് തട്ടിയെടുത്തത്. അവർ പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ അത് സംബന്ധിയായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇയാളുടെ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ ചെന്നെത്തിയത്. ആദ്യഘട്ടത്തിൽ അറസ്റ്റിലാവുന്നത് മലപ്പുറത്തു നിന്നുള്ള 2 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത്. പക്ഷേ പോലീസിന് തുടക്കത്തിൽ തന്നെ മനസ്സിലായി ഇവർക്ക് ഇയാളെയോ അല്ലെങ്കിൽ ഇവരുടെ നെറ്റ്വർക്കിൻ്റെ ഒരു വ്യാപ്തി സംബന്ധമായ കാര്യങ്ങൾ സംബന്ധിച്ച് യാതൊന്നും തന്നെ അറിയില്ല. പക്ഷേ ഇവരതിൻ്റെ ഇടപാടുകാരിൽ കണ്ണികളാണ്. പക്ഷെ അത് എത്രത്തോളം ഉണ്ട് എന്നതായിരുന്നു പോലീസ് അന്വേഷിച്ചിരുന്നത്. തുടർച്ചയായുള്ള അന്വേഷണമാണ് കൊൽക്കത്ത പോലീസിനെ അടക്കമുള്ള അന്വേഷണം അതിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ലിങ്കൺ ബിശ്വാസത്തിലേക്ക് എത്തുന്നത്. എന്തായാലും കൊൽക്കത്തയിലെ യുവമോർച്ച നേതാവായിരുന്ന ലിങ്കൺ ബിശ്വാസിലേക്ക് ഈ ഘട്ടത്തിൽ അന്വേഷണം എത്തി. ഇയാളടക്കം അയാളുടെ ഒപ്പമുള്ള സുഹൃത്തുക്കളടക്കം ഇതിൽ പിടികൂടാനായിട്ടെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തു. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം കേസുകളൊക്കെ, അതായത് ഈ ഡിജിറ്റൽ തട്ടിപ്പ് കേസുകൾ തെളിയിക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമാണ്. അത് ആ പ്രതികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമൊക്കെ നൽകുന്ന ഒന്നാണ്. കാരണം പല തട്ടിപ്പുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ തട്ടിപ്പിന് ഇരകൾ ആക്കപ്പെടുന്നവർ കേരളത്തിലുള്ളവരാണെങ്കിൽ തട്ടിപ്പ് നടത്തുന്നവരുടെ സംഘം മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ആയിരിക്കും. കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘമൊന്നും ഇത്തരം തട്ടിപ്പുകാരെ തേടി എത്താറില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ ആത്മവിശ്വാസം ആണ് ഉള്ളത്. പക്ഷേ ഇവിടെ കേരള പോലീസ് അടക്കം വളരെ കൃത്യമായി ഈ പ്രതികളെ പിന്തുടരുന്നു, അവരുടെ രീതികളെ പിന്തുടരുന്നു. അങ്ങനെ കൃത്യമായ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണമല്ലോ നമുക്ക് അനുമാനിക്കാൻ. അഭിലാഷ, അങ്ങനെ തന്നെയാണ്. കാരണം ഈ കേസിൽ അല്ലെങ്കിൽ ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ കേരള പോലീസ് തീർച്ചയായും സമൂഹത്തിൽ നിന്നൊരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവരെ ഇത്ര കണ്ട
വേഗത്തിൽ പിന്തുടർന്ന് ആരും എത്താറില്ല. ഒരു സംസ്ഥാനത്തെ പോലീസും ഇവർക്ക് പിറകെ ഈ വേഗതയിൽ ചെന്നെത്തിയിട്ടില്ല എന്നത് തന്നെയായിരുന്നു ഈ തട്ടിപ്പ് സംഘത്തിന് ഇത്ര കണ്ട് വളരാനുള്ള ഒരു ആത്മവിശ്വാസം. അവർക്ക് അത് ഇന്ധനമായത് അത് തന്നെയാണ്. ആരും തങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും തങ്ങളിലേക്ക് എത്താനായിട്ട് വരുന്നില്ല, തങ്ങളുടെ ഒരു കണ്ണി പോലും പിടിക്കപ്പെടുന്നില്ല. അങ്ങനെ എവിടെയെങ്കിലും അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഒപ്പം അവരിൽ നിന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ട പണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് മോഷ്ടിച്ച പണം, അത് ഒരിക്കലും തന്നെ തിരിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്നത് തന്നെയാണ് ഈ തട്ടിപ്പിൻ്റെ ശൃംഖല വ്യാപകമാകുവാനും അതിൽ കൂടുതൽ പേർ പങ്കാളികളാകുവാനും എല്ലാം കാരണമായത്. പക്ഷേ അടുത്തയിടെയായി കേരള പോലീസ് അത്തരം പതിവ് രീതികൾക്ക് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് ഈ രീതിയിലേക്ക് അപഹരിക്കപ്പെടുന്ന, തട്ടിപ്പിനിരയാക്കപ്പെടുന്നവരിലേക്ക് വളരെ ഒരു അക്കാദമിക് മികവോടുകൂടി തന്നെ പോലീസിന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അവരിലേക്കെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഈ സൈബർ തട്ടിപ്പിൻ്റെ മേഖലകളിലേക്കെല്ലാം പോലീസിനെ കടന്നു ചെല്ലാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിനു മുൻപ് എറണാകുളം സെൻട്രൽ പോലീസിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ ആ തട്ടിപ്പ് സംഘത്തിലെ അതിൻ്റെ മുഖ്യ ആസൂത്രകൻ തന്നെ അയാളായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള അക്കൗണ്ടുകളടക്കം ഈ പല ഭാഗങ്ങളിലായിട്ട് അവരെ ഹാക്ക് ചെയ്യുക, അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുക, അതിൻ്റെ ഒരു ഏജൻറ്റ് പോലെ പ്രവർത്തിച്ചിരുന്ന ഒരാളെയാണ് പോലീസ് അയാളെ ഡൽഹിയിൽ നിന്ന്, ഷോപ്പിംഗ് മാളിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അയാൾക്കൊപ്പം മറ്റു പ്രതികൾ പിന്നീട് പിടിയിലാകുകയും ചെയ്യുന്നു. അങ്ങനെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മേഖലയാക്കുന്ന പലർക്കും കേരള പോലീസ് ഇപ്പോൾ ഭീഷണിയാവുന്ന രീതിയിലേക്ക് തന്നെയാണ് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ലിങ്കൽ വിശ്വാസിന്റെ അറസ്റ്റും ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നത്. അഭിലാഷ്. യെസ്, അതാണ് സൈബർ തട്ടിപ്പുകൾ, ഡിജിറ്റൽ തട്ടിപ്പുകൾ എന്നത് വ്യാപകമാണ്. നമ്മുടെ സംസ്ഥാനത്ത് അടക്കം നിരവധി ആളുകൾ ആണ് ഇത്തരത്തിൽ തട്ടിപ്പിന് വിധേയരായിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോഴും തട്ടിപ്പുകൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം തന്നെ ആണ് ഉള്ളത്. പലതരത്തിൽ ആണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത്. ഡിജിറ്റൽ ഉപയോഗം വർദ്ധിച്ച ഒരു പശ്ചാത്തലമുണ്ട്, ഡിജിറ്റൽ സാക്ഷരത വർദ്ധിച്ച പശ്ചാത്തലമുണ്ട്. കേരളത്തിലടക്കം നിരവധി ആളുകൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒക്കെ സാമ്പത്തിക ഇടപാടുകൾക്കുമൊക്കെയായി പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതിനെയെല്ലാം മറയാക്കിക്കൊണ്ട്, അവസരമാക്കിക്കൊണ്ടാണ് ഡിജിറ്റൽ തട്ടിപ്പുകൾ വ്യാപകമായിരിക്കുന്നത്. അതിൽ പ്രതികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്ന്, ഇത്തരം കേസുകളിൽ പ്രതികളിലേക്ക് അന്വേഷണ സംഘങ്ങൾ എത്താറില്ല എന്നുള്ളതാണ്. പക്ഷേ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇത്തരം കുറ്റകൃത്യങ്ങൾ അത് ഗൗരവമായി കാണുന്നു. കൂടുതൽ തട്ടിപ്പുകൾ നടക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ അതിന് തടയിടേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകാരെ നമ്മുടെ പോലീസ് സംവിധാനം പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്.